Hello students, CA course first level ആണ് foundation level. Foundation level 4 papers ആണുള്ളത്. When coming to second level, which is CA intermediate, you have 6 papers in total. ഈ 6 പേപ്പേഴ്സിനെ 2 ഗ്രൂപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഗ്രൂപ്പ് 1 3 പേപ്പേഴ്സും ഗ്രൂപ്പ് 2 നെക്സ്റ്റ് 3 പേപ്പേഴ്സും. ഗ്രൂപ്പ് 1 2 പേപ്പേഴ്സ് it is actually a continuation of 2 papers which you have learned at the foundation level, which is accounts and law. But let me tell you one thing, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആയിരിക്കും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ. നെക്സ്റ്റ് ദ തേർഡ് പേപ്പർ ഇൻ ഗ്രൂപ്പ് 1 ഇസ് ടാക്സേഷൻ. ടാക്സേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, വെർ യു ലേൺ അബൌട്ട് ഇൻകം ടാക്സ് ആക്റ്റും GSTനെയും കുറിച്ച് ഡെപ്തിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ആൻഡ് വെൻ കമ്മിങ് ടു ഗ്രൂപ്പ് 2 യു ഹാവ് 3 പേപ്പേഴ്സ് ഓഫ് വിച്ച് 1 ഇസ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ഒരു തിയറി പേപ്പറാണ്, ബട്ട് ഇറ്റ് ഈസ് എ ഹൈലി പ്രാക്ടിക്കൽ പേപ്പർ. കാരണം പലപ്പോഴും CAക്കാരെ റെഫർ ചെയ്യുന്നത് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഇൻ ഡെപ്ത് ആയിട്ട് 11 ചാപ്റ്റേഴ്സിൽ ഓഡിറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ്, ഓഡിറ്റിംഗ് സ്ട്രാറ്റജി, ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ എങ്ങനെയൊക്കെ ഓഡിറ്റ് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ ദ നെക്സ്റ്റ് സബ്ജക്ട് ദാറ്റ് യു ഹാവ് ഇസ് FM ആൻഡ് SM. അതെ, ഈ സബ്ജക്റ്റിൽ 2 സബ് പാർട്സ് ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും എന്ന് പറയുന്ന സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. Strategic management mainly deals with the strategy of the company. പല കമ്പനികളും they prepare a detailed strategy as to how to increase the market share, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് how the finance of a company can be managed in a proper way. There you will learn about a lot of ratios, etc. All these ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. Then the last paper comes to costing. Costing is very important for all companies. Mainly to say ഒരു manufacturing firm ആയിക്കോട്ടെ, they have to rightly determine the cost of manufacturing a product. എന്നാൽ മാത്രമാണ് ഏത് പ്രൈസിൽ അത് വിൽക്കണമെന്നും എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. നൗ കമ്മിങ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, നോർമലി സ്റ്റഡി പീരീഡ് എന്ന് പറയുന്നത് 8 to 9 months ആണ്. Now why 8 to 9 months? Like I said before, CA ഫൗണ്ടേഷനെയും കാട്ടിയും വളരെയധികം മടങ്ങിൽ സിലബസ് കൂടുതലാണ് ഇൻ്റർമീഡിയറ്റിൽ. And normally we faculties at Xylem advise students to learn for about 10 hours per day when you are preparing for intermediate. Why 10 hours? Because syllabus is vast and if you need to comfortably cover the entire syllabus, ഈ പറയുന്ന 9 മാസത്തിൽ കവർ ചെയ്യണമെങ്കിൽ ഒരു 10 hours സ്റ്റഡി പീരീഡ് മാൻഡേറ്ററി ആണ് ഡെയിലി. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മേജർ ഡൗട്ട് ഇതാണ്, സർ ഈ 10 hours ഫുൾ ടൈം പഠിക്കണോ? അല്ല. സപ്പോസ് യു ഹാവ് 6 hours ക്ലാസ്സസ് ഉണ്ടെങ്കിൽ വാട്ട് ഐ മെൻ ടു സേ ഈസ് റിമൈനിങ് 4 hours നിങ്ങൾ പഠിക്കണം. ചില ദിവസം ക്ലാസ്സസ് ഇല്ലെങ്കിൽ 10 hours തന്നെ റിവിഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ് മീ ടെൽ യു വാട്ട് ആർ ദ കോമൺ മിസ്റ്റേക്സ് ദാറ്റ് സ്റ്റുഡൻസ് മേക്ക്. പല കുട്ടികളും ഫൗണ്ടേഷൻ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യുമ്പോൾ they have a over confidence that intermediate ഞാൻ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാം. But like I said, the content, the depth of learning, the syllabus, ഇതെല്ലാം വളരെ വാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഇടുന്ന എഫേർട്ടും ടൈമിനെയും കാട്ടിയും കൂടുതൽ എഫേർട്ടും ടൈമും ഇൻ്റർമീഡിയറ്റിന് നിങ്ങൾ ഇടണം. ഈ മിസ്റ്റേക്ക് പലപ്പോഴും കുട്ടികൾ വരുത്താറുണ്ട്. Now, the second mistake that students make is they don't write mock exam. നേരെ കാര്യങ്ങൾ പഠിച്ചിട്ട് ആക്ച്വൽ എക്സാം ഹാളിൽ പോയായിരിക്കും അവർ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു ബിഗ് നോ ആണ്. നിങ്ങൾ എക്സാമിന് പോണേക്കാട്ടി മുമ്പ് മിനിമം 3 മോക്ക് എക്സാംസ് എഴുതണം. എന്തുകൊണ്ട് മോക്ക് എക്സാംസ് എഴുതണം? ദിസ് വിൽ ഗിവ് യു ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ആർ ദ മിസ്റ്റേക്സ് ദാറ്റ് യു ഹവ് മെയ്ഡ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് നിങ്ങൾ എവിടെ റിപ്പീറ്റ് ചെയ്യില്ല, എക്സാം ഹാളിൽ റിപ്പീറ്റ് ചെയ്യില്ല. So it is very important that you write minimum of 3 mock exams before your actual exams. Now the next mistake that students make is അവർ പല ക്ലാസ്സുകളും മിസ് ചെയ്യും. When I ask students, they say, sir കല്യാണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. Let me tell you, ഈ കോഴ്സ് പഠിക്കുമ്പോൾ you have to give your 100% to this course. I strictly advise students not to participate too much in other social functions. കാരണം ഈ സോഷ്യൽ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ മിസ്സാവുമ്പോൾ പലപ്പോഴും കുട്ടികൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ലാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ്
ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒരു ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് മിസ്സാക്കി കഴിഞ്ഞാൽ ഫർദർ ചാപ്റ്റേഴ്സിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുട്ടി ബുദ്ധിമുട്ടും. സോ make it a point that you don't miss any classes unless and until health reasons അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും ക്ലാസ്സസ് മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിലുള്ള പെർഫോമൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് അണ്ടർസ്റ്റാൻഡിങ് യു ഹവ് ഗെയിൻ ഫ്രം ദ സബ്ജക്ട്സ് വൈൽ ലേണിംഗ് ഫോർ ഇൻ്റർമീഡിയറ്റ്. പലപ്പോഴും ആർട്ടിക്കിൾഷിപ്പിന് പോകുമ്പോൾ ഫേംസ് ഇൻ്റർവ്യൂ സെഷൻസ് വെക്കാറുണ്ട്. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള നോളജാണ്. അപ്പോൾ only if you have good understanding of the topics in intermediate level നിങ്ങൾക്ക് നല്ലൊരു ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ഓൾ ദീസ് റീസൺസ് CA Intermediate is a very important step in your CA journey and I wish you all the best.